ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഹെയർ ഗ്രോത്ത് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഉലുവ വെള്ളത്തിലിട്ടതാണ് വേണ്ടത്. അപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ട ഒരു 2 സ്പൂൺ ഉലുവ. പിന്നെ വേണ്ടത് കേശവർദ്ധിനിയുടെ ഇലയാണ്. ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി എടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി ഇല എടുത്താൽ മതി. പിന്നെ വേണ്ട കറ്റാർ വാഴ. എൻ്റെ കയ്യിൽ അത്രയും ഒരു സ്മോൾ പീസുകളായിരുന്നു. നിങ്ങളുടെ കയ്യിൽ കറ്റാർ വാഴയുടെ ഉണ്ടെങ്കിൽ ഒരു വലുതാണെങ്കിൽ ഒരു ഹാഫ് തണ്ട് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ട ചെമ്പരത്തി പൂവ് നമ്മൾ ഒരു ഉച്ചയ്ക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ എടുത്തതൊന്ന് നല്ല വെള്ളത്തിയിട്ട് അതൊന്ന് നെഞ്ഞരടി ഒരു ജെൽ ഫോമാവും ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് അതിന് 2-3-4 മണിക്കൂർ മുമ്പ് ഒന്ന് ഞെരടി വെള്ളത്തിൽ വെക്കുക. ആ ഒരു ജെൽ ഫോമിൽ കിട്ടും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇന്നത്തെ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായത്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കി വെക്കുന്നത് അതിൻ്റെ ഒരു 2-3-5 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഞെരടി വെക്കുകയാണെങ്കിൽ ഒരു ജെൽ ഫോം കിട്ടും. അപ്പം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അരച്ചെടുക്കേണ്ടത് നമ്മുടെ ഉലുവ ആദ്യമായിട്ട് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക. ഉലുവ അരഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കറ്റാർ വാഴ ചേർക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ കേശവർദ്ധിനിയുടെ ഇല ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് അരച്ചു കൊടുക്കുക. സ്വല്പം വെള്ളം കൂടി ചേർത്ത് അതൊന്ന് അരഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും അടുത്തത് നമ്മളായിട്ട് വെള്ളത്തിലിട്ട് ജെൽ ഫോമിലാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ചെമ്പരത്തിയും കൂടി ഇട്ട് അരച്ചെടുക്കും. ആ ചെമ്പരത്തിയും ചേർത്ത് ഒഴിക്കുന്ന രീതിയിൽ മിക്സായി അതുകൂടി ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അരച്ച് നന്നായിട്ട് ഒരു തുണിയിൽ ഒത്തിരി വാട്ടറിലാണ് അതായത് നമ്മൾ ജെല്ലായിട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഉപയോഗിച്ച് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുന്നത് അതില്ലാതെ നമുക്ക് വാട്ടറി കൺസിസ്റ്റൻസി കിട്ടുകയും ചെയ്യും. അഥവാ അത് തികഞ്ഞില്ലെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പാക്കിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് കേശവർദ്ധിനിയുടെ ഇല ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ചെമ്പരത്തി ഇല വെച്ച് വെക്കുക. പിന്നെ കറ്റാർ വാഴയുടെ ഇല ഇല്ലാത്തതുകൊണ്ടാണ് അത്ര എടുത്ത്. നിങ്ങളുണ്ടെങ്കിൽ ഒരു തണ്ടിൻ്റെ ഹാഫ് നന്നായിട്ട് എടുക്കുക. ചിലർക്ക് അത് ഡയറക്റ്റ് ഇട്ട് അരച്ചാലും ഇച്ചിങ്ങൊന്നും ഉണ്ടാവില്ല, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് അതിൻ്റെ പൾപ്പ് ജെല്ല് മാത്രം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് അലർജി വല്ലതും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ നമ്മൾ പാക്ക് തയ്യാറായിട്ടുണ്ട്. പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന തന്നെയാണോ അത് ഹെയറിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഈ പാക്ക് അപ്ലൈ ചെയ്യുക. നന്നായിട്ട് മുടിയിൽ സ്കാൽപ്പിലെല്ലാം മൊത്തം അപ്ലൈ ചെയ്തിട്ട് ഒരു 50 to 20 മിനിറ്റ്സ് വെക്കുക. നോർമൽ വാട്ടർ വാഷ് ചെയ്താൽ മതി. ഷാമ്പൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. വീക്കിലി 2 അല്ലെങ്കിൽ മന്ത്ലി 4 പ്രാവശ്യം ചെയ്യുക. എന്തായാലും ഇത് നല്ലൊരു ഹെയർ ഗ്രോത്താണ്. നന്നായിട്ട് മുടി ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതിന് മുടി നല്ല തിക്കായി സോഫ്റ്റായിട്ട് കിടക്കാനും ഒക്കെ ചെയ്യുന്നൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക.